ഹലോ എവരിവൺ. നമ്മുടെയൊക്കെ ജീവിതം ഒരു വലിയ പാഠപുസ്തകമാണ്. ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളിലും നമ്മൾ കടന്നു പോകുന്ന പല അനുഭവങ്ങളും നമ്മളെയൊക്കെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ പാഠങ്ങളിൽ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിന്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ മുതൽക്കൂട്ടായി മാറുന്ന ഒരുപാട് ഗോൾഡൻ റൂൾസ് നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല ജീവിത പാഠങ്ങളും നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ പലപ്പോഴും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല. ആ ഒരു അവസ്ഥയിലൂടെ അല്ലെ ആ ഒരു ലൈഫിന്റെ ആ ഒരു ബുദ്ധിമുട്ടുകളിലൂടെ ചലഞ്ചസിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ അല്ലെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് പെടുത്താൻ സാധിക്കുന്ന ചില ഗോൾഡൻ റൂൾസ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക്. റൂൾ നമ്പർ 1, പേഷ്യൻസ് ഈസ് മോർ പവർഫുൾ ദാൻ സ്പീഡ്. നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത് വളരെയധികം തിരക്കുകൾ നിറഞ്ഞ അല്ലെങ്കിൽ എന്ത് കാര്യവും പെട്ടെന്ന് നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അല്ലെ. പുതിയ തലമുറയാണെങ്കിലും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻസ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ്. എന്തും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എനിക്ക് അപ്പം തന്നെ നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹം. പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ഇങ്ങനെ നേടിയെടുക്കുന്ന, അതായത് വളരെ സ്പീഡിൽ പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെ നേടിയെടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന സന്തോഷവും സംതൃപ്തിയും വളരെ ചെറുതാണ് എന്നുള്ളത് ജീവിതത്തിന്റെ പ്രയാണത്തിലൂടെ അല്ലെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ശാശ്വതമായിട്ടുള്ള അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന ഒരു സന്തോഷം വേണമെങ്കിൽ അല്ലെ ഒരു സംതൃപ്തി നമുക്ക് വേണമെങ്കിൽ അവിടെ ക്ഷമയോടുകൂടിയുള്ള പരിശ്രമത്തിനാണ് പ്രാധാന്യമെന്ന് ജീവിതത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അത് കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ ഒരു നമുക്ക് വിഷമകരമായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ അതിനെ ഓവർകം ചെയ്തു വരുന്ന സാഹചര്യത്തിലാണെങ്കിലും അതല്ല ഒരു പുതിയ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും സ്പീഡിനേക്കാൾ ഉപരി നമുക്ക് ക്ഷമയോടുകൂടി മുമ്പോട്ട് പോയാൽ മാത്രമേ നേടിയെടുക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് ഒരു ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന ഒരു നിയമമാണെന്ന് പറയാം. റൂൾ നമ്പർ 2, ഫെയിലിയർ ഈസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഇൻ ലൈഫ്, നോട്ട് ദ എൻഡ്. അതെ, പരാജയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനമല്ല. ഒരു കാര്യത്തിന്റെയും അവസാനമായിട്ട് നമ്മൾ പരാജയത്തെ കാണരുത്. പലപ്പോഴും ലൈഫിൽ ആദ്യമായിട്ടൊക്കെ പരാജയപ്പെടുമ്പോൾ അല്ലെ നമ്മൾ ആഗ്രഹിച്ചിറങ്ങിയ ഒരു കാര്യത്തിൽ പരാജയം നേരിട്ട് കഴിയുമ്പോൾ ഇതുകൊണ്ട് എൻ്റെ ജീവിതം അവസാനിച്ചു അല്ലെ എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല എന്ന് നമുക്കൊക്കെ പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ പോകെ പോകെ നമ്മുടെ ലൈഫിൽ ഇതുപോലുള്ള പല സാഹചര്യങ്ങളിലൂടെയും കടന്നുപോയി മറ്റൊരു രീതിയിൽ ആ ഒരു കാര്യത്തെ കാണാനും പഠിക്കാനും അല്ലെങ്കിൽ ചെയ്യാനും ഒക്കെ തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും പരാജയം എന്ന് പറയുന്നത് ഒരു ഫീഡ്ബാക്കിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഒരിക്കലും ഒന്നിന്റെയും അവസാനമോ നമ്മളെ താഴ്ത്തി കെട്ടാനായിട്ടുള്ള ഒരു സാഹചര്യമോ ആയിട്ട് ഫെയിലിയറിനെ നമ്മൾ കാണരുത് എന്ന് നമ്മുടെ ജീവിതം നമ്മളെ പലപ്പോഴും പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. പലപ്പോഴും സക്സസ്ഫുൾ ആയിട്ട് നമ്മളൊക്കെ കാണുന്ന റോൾ മോഡൽസ് അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്ന ആളുകളുടെ സ്റ്റോറി കേട്ടാൽ അതിന്റെ എല്ലാം പിന്നിൽ പല പരാജയങ്ങളുടെയും കഥകൾ അവർക്ക് പറയാനായിട്ട് കാണും. ആ പരാജയങ്ങളൊന്നും ജീവിതത്തിന്റെ അവസാനമല്ലെന്നും മുമ്പോട്ട് പോകാനായിട്ട് അവരെ വഴി നടത്തുന്ന കാര്യങ്ങളാണെന്നും തിരിച്ചറിയുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ അവർക്ക് മുന്നേറാൻ സാധിക്കുന്നത്. റൂൾ നമ്പർ 3, പീപ്പിൾ ക്യാൻ ചേഞ്ച് ബട്ട് ദാറ്റ്സ് ഓക്കെ. പലപ്പോഴും നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ഉൾക്കൊള്ളാൻ അല്പം വിമുഖത കാണിക്കുന്ന ഒരു പാഠമാണിത്. നമ്മളൊക്കെ റിലേഷൻഷിപ്പുകൾ പലതരത്തിലുള്ള ബന്ധങ്ങളിലായിരിക്കും. പേരൻസ് ആയിട്ടുള്ള റിലേഷന്, അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികളുമായിട്ടുള്ള റിലേഷന്, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടുള്ള റിലേഷന്. പക്ഷെ കാലങ്ങൾ കഴിയുമ്പോൾ ഈ റിലേഷൻഷിപ്പ് ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ തിരിച്ച് നമ്മളോട് കാണിക്കാതെ വരുമ്പോൾ അല്ലെ നമ്മൾ ആഗ്രഹിക്കുന്ന അർഹിക്കുന്ന ഒരു സ്ഥാനം അവർ ആ ബന്ധങ്ങൾക്ക് നൽകാതെ വരുമ്പോൾ നമുക്കൊക്കെ മനസ്സിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ തോന്നാറുണ്ട് അല്ലെ. പക്ഷെ ജീവിതത്തിന്റെ ആ ഒരു യാത്രയിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, റിലേഷൻഷിപ്പ് എപ്പോഴും എന്നും ഒരുപോലെ ഇരിക്കില്ല. ആളുകൾ മാറിക്കൊണ്ടേയിരിക്കും. അത് സാരമില്ല എന്ന് കരുതി മുമ്പോട്ട് പോകാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിൽ വിജയിക്കാൻ സാധിക്കൂ. വളരെ ചെറിയ പ്രായത്തിലാണെങ്കിൽ നമുക്കൊക്കെ പലപ്പോഴും റിലേഷൻഷിപ്പ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു വിശ്വസ്തതയും സ്നേഹവും തിരിച്ചു കിട്ടാതെ വരുമ്പോൾ ഒരുപാട് വേദനകൾ തോന്നും. പക്ഷേ നമ്മളുടെ ലൈഫിൽ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഗോൾഡൻ റൂള്, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ റിലേഷൻഷിപ്പും നമ്മളോട് തിരിച്ച് ആ ഒരു കമ്മിറ്റ്മെന്റോ സ്നേഹമോ പലപ്പോഴും അവർ പ്രകടിപ്പിക്കാറില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും അത് സാരമില്ല എന്നും ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്നും നമ്മൾ തിരിച്ചറിയുന്നത് മറ്റൊരു ഗോൾഡൻ റൂള് തന്നെ. റൂൾ നമ്പർ 4, സെൽഫ് കെയർ ഈസ് എസെൻഷ്യൽ, നോട്ട് സെൽഫിഷ്.
വളരെ ചെറുപ്പമായിരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ നമ്മളെ കൂടുതൽ കരുതുന്നതിനേക്കാൾ മറ്റുള്ളവരെ കരുതാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഒരുപാട് ഇൻട്രസ്റ്റോടെ നമ്മൾ ഓടി നടക്കുക. നമ്മുടെ മക്കളുടെ കാര്യമായാലും നമുക്ക് വേണ്ടപ്പെട്ടവരുടെ കാര്യത്തിലൊക്കെ ആയാലും നമ്മളെ മറന്നുകൊണ്ട് നമുക്ക് പരിഗണന കൊടുക്കുന്നത് കുറച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് നമ്മൾ അങ്ങോട്ട് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ, അത് ഫിസിക്കൽ ആകാം, മെന്റൽ ആകാം, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാവാം, അല്ലെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആർക്കൊക്കെയാണോ ശ്രദ്ധയും പരിഗണനയും കൊടുത്തത് അവരൊന്നും തന്നെ നമുക്ക് അത് തിരിച്ചു തരുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് വരുമ്പോഴാണ് നമുക്ക് എത്രമാത്രം നമ്മളെ കരുതേണ്ട ആവശ്യകത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, സെൽഫ് കെയർ എന്ന് പറയുന്നത് ഒരിക്കലും സ്വാർത്ഥത അല്ലെ സെൽഫിഷ് ആണെന്ന് കരുതരുത്. അത് നമ്മളുടെയൊക്കെ ലൈഫിന്റെ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ഈ പാഠം നമ്മൾ നമ്മളുടെ ജീവിതത്തിന്റെ ഉള്ള ആ ഒരു യാത്ര തുടരുമ്പോൾ മാത്രം മനസ്സിലാക്കിയെടുക്കുന്ന ഒന്നാണ്. റൂൾ നമ്പർ 5, കമ്പാരിസൺ സ്റ്റീൽസ് യുവർ ജോയ്. നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക് ആണ് മറ്റുള്ളവരെ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുക. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് വളരെയധികം കൂടുതലുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ജീവിതം നമ്മൾ കാണുന്ന മീഡിയകളിൽ കാണുന്നത് പോലെ ആണെന്നും അവരുടെയൊക്കെ ലൈഫിൽ എല്ലാ ആവശ്യത്തിനുണ്ട്, ആവശ്യത്തിലേറെയുണ്ട്, സന്തോഷമായാലും സമ്പത്തായാലും എല്ലാം ഉണ്ട്, എനിക്ക് മാത്രം ഒന്നുമില്ല എന്നുള്ള രീതിയിൽ അവരുമായി നമ്മളെ കമ്പയർ ചെയ്യുന്ന ഒരു സ്വഭാവം. പക്ഷേ ജീവിതത്തിൽ കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സത്യമുണ്ട്. നമ്മൾ ഈ കാണുന്നതും ഒന്നുമല്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നതോ പുറമേ ഒരാളെ കാണുമ്പോൾ അവർ ചിരിക്കുന്നതോ സന്തോഷിക്കുന്നതോ കാണുന്നതോ ഒന്നുമല്ല ജീവിതത്തിന്റെ യാഥാർത്ഥ്യമെന്നും അവരുടെയൊക്കെയും ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസമുണ്ട് എന്നും അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് അവർ ഈ ഉള്ള ഒരു ആക്ടിങ് അല്ലെങ്കിൽ ആ പ്രകടനം നടത്തുന്നത് എന്നുമൊക്കെയുള്ള ഒരു തിരിച്ചറിവ് ജീവിത യാത്രയിൽ അല്ലെ ജീവിതത്തിന്റെ പ്രയാണത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിന്റെ സന്തോഷവും സമാധാനവുമാണ് പോകുന്നതെന്നും അവരൊക്കെ അവരുടെ രീതിയിൽ കഴിവുകളുള്ളതാണെന്നും എനിക്ക് എന്റേതായിട്ടുള്ള ഒരു പാത്തുണ്ട്, ഞാൻ യുണീക്കാണ്, എനിക്ക് എന്റേതായിട്ടുള്ള മേഖലകളുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവും ജീവിതത്തില് നമ്മൾ അനുഭവങ്ങളിലൂടെ പഠിച്ചെടുക്കുന്ന ഒരു പാഠമാണ്. റൂൾ നമ്പർ 6, ഗ്രാറ്റിറ്റ്യൂഡ് ചേഞ്ച് യുവർ പെർസ്പെക്റ്റീവ്. പലപ്പോഴും നന്ദിയുള്ളവരായിട്ട് നമ്മൾ ജീവിക്കാൻ തയ്യാറാവുമ്പോൾ നമ്മുടെ ജീവിതത്തിന് പുതിയ അർത്ഥങ്ങൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. അത് മറ്റുള്ളവരോടായാലും നമ്മളോട് തന്നെ ആയാലും ദൈവത്തിനോടായാലും ഈ പ്രകൃതിയോടായാലും നന്ദി നമ്മൾ പറയാനായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എനർജി, നമുക്ക് കൂടുതൽ ലൈഫ് നന്നായി പോകുന്നതായിട്ടൊക്കെ തോന്നുന്നത് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെ നന്ദി പറയുന്ന ശീലം ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിലൂടെയാണ്. എപ്പോഴും നമ്മൾ മനസ്സിലോർക്കേണ്ട ഒരു കാര്യം, എന്റെ ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടുള്ളതെല്ലാം, ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ബോണസുകളാണ് എന്നുള്ള ഒരു മനോഭാവം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിച്ചെങ്കിൽ ഇല്ലായ്മകളെയും കുറവുകളെയും പഠിച്ചുകൊണ്ട് ജീവിതം മുമ്പോട്ട് പോകുന്നതിനെ ഒഴിവാക്കാനും സംതൃപ്തിയോടെ മുമ്പോട്ട് പോകാനായിട്ടും ഈ ഒരു പാഠം നമ്മളെ ജീവിതത്തിൽ പഠിപ്പിക്കും. റൂൾ നമ്പർ 7, ടൈം ഈസ് പ്രഷ്യസ്, സ്പെൻഡ് ഇറ്റ് വൈസ്ലി. ചെറിയ പ്രായമായിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു യങ് ഏജ് ഒക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നടക്കും, അവർക്ക് വേണ്ടി എല്ലാം ചെയ്യും. നമ്മളുടെ സമയത്തെ കുറിച്ചോ നമ്മളുടെ ജീവിതത്തെ കുറിച്ചോ ഒന്നും നമ്മൾ ചിന്തിക്കുക. പക്ഷെ ഒരു മിഡിൽ ഏജ് ഒക്കെ ആയി കഴിയുമ്പോഴാണ് നമുക്ക് എന്റെ ലൈഫിൽ ഞാൻ നഷ്ടപ്പെടുത്തിയ സമയങ്ങൾ, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇനി മുമ്പോട്ട് ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്, സമയം പെട്ടെന്നാണല്ലോ കടന്നു പോകുന്നത്, കാലങ്ങൾ പെട്ടെന്ന് കടന്നു പോകുന്നു, എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇനി ഒരുപാടുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുന്നത് നമ്മളുടെ ജീവിതത്തിന്റെ ആ ഒരു പ്രയാണത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന പാഠമാണ്. ഞാൻ ഈ പറഞ്ഞ 7 ഗോൾഡൻ റൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾസ് ആണ്. നമുക്കൊരു ബുക്കിൽ നിന്ന് വായിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടത് കൊണ്ടോ ഒന്നും തന്നെ ഇതിന്റെ പൂർണ്ണമായ അർത്ഥം ആ ഒരു ലെവലിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കില്ല. നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിൽ നിന്നുമാണ് ഇതുപോലുള്ള പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫില് ഓരോ അനുഭവങ്ങൾ, അത് ചിലപ്പോൾ ചലഞ്ചസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളാവാം, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ഒക്കെ അവോയ്ഡ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് നമുക്ക് പഠിക്കുന്ന പാഠങ്ങളാവാം. ഇതിൽ നിന്നൊക്കെ നമ്മൾ അതിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഇനി നമ്മുടെ ലൈഫ് എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് തീരുമാനിക്കാനും ഇതുപോലെയുള്ള ഓരോ അനുഭവങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ജീവിതം കൂടുതൽ അർത്ഥവത്തായിട്ട് മാറുന്നത്. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.